ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ആഫ്രിക്കൻ മഹാമ്രി ബ്രെഡാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതൊരു ഈസ്റ്റ് ആഫ്രിക്കൻ റെസിപ്പിയാണ്. മാൻഡസി എന്നും ഇതിന് പേരുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറികളൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാവും. പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് ഈ മഹാമ്രി ബ്രെഡ്. ബട്ടൂരൊക്കെ പോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് മഹാമ്രി ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈസ്റ്റ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള പാലും ചേർത്ത് നമുക്ക് ഈ മൈദമാവ് നല്ല സോഫ്റ്റ് ആവുന്നവരൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഓരോ മൈദയ്ക്കനുസരിച്ചും നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് കുറേശ്ശെ പാല് ചേർത്തിട്ട് വേണം മൈദ മിക്സ് ചെയ്യാൻ. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഡ്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി പൊങ്ങി വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് പുതിയതാണെങ്കിൽ നമുക്ക് 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഇനി മാവ് ഒന്ന് റോളാക്കിയതിന് ശേഷം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഓരോന്നും നന്നായി ഉരുട്ടി ബോളാക്കി എടുക്കാം. ഡ്രൈ ആവാതിരിക്കാൻ നമുക്കതൊന്ന് കവർ ചെയ്ത് വയ്ക്കുക. അടുത്തതായി ഒരു ബൗളിൽ 1/4 കപ്പിന് താഴെ പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെളുത്ത എള്ള് കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഒരു ബോൾ എടുത്ത് അതിൽ പാല് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാലിന് പകരം വെള്ളം എടുത്താലും മതി. ഇനി ഇത് എള്ളിൽ മുക്കി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പാല് ബ്രഷ് ചെയ്തതുകൊണ്ട് എള്ള് നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിക്കും. ഇനി പലകയിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി കട്ടിയിലാണ് നമ്മൾ മാവ് പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ചൂടായ എണ്ണയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഹാമ്രി ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു മധുരവും സിന്നമൺ പൗഡറിൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഉള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.